വിഷു ദിവസം ഗുരുവായൂരപ്പനെ കണി കാണണമെന്ന് എല്ലാ ആളുകൾക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് ഞാനിന്ന് രാവിലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിലെത്തി. ഞാൻ ശരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് രാവിലെ പുലർച്ചെ 2:30ക്ക് ഞാൻ ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ടാണ്. പുലർച്ചെ 2:30 മുതൽ 3:30 വരെ വിഷുക്കണി ദർശനമുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ അത് നടന്നില്ല. ഒരു 6:30 ആകുമ്പോഴെങ്കിലും വരണം എന്ന് വിചാരിച്ചു. പക്ഷെ അത് നടന്നില്ല. ഞാൻ എത്തുമ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്പലത്തിനകത്തേക്ക് കയറാൻ കഴിഞ്ഞില്ല. ആ ഒരു ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി തൊഴുതു പോന്നു. ആ ഒരു കൊടിമരത്തിൻ്റെ ആ ഭാഗത്തു നിന്ന് തൊഴുതു വന്നു എന്നേ ഉള്ളൂ. നല്ല തിരക്കനായിരുന്നു. കൊടിമരത്തിൻ്റെ അടുത്തേക്ക് പോലും വിടുന്നില്ല. അവിടെ വേറൊരു സ്റ്റെപ്പ് വഴി ബാരിക്കേഡ് വഴി അങ്ങനെ കടത്തി വിടുകയാണ് ഉള്ളത്. നല്ല തിരക്കായ കാരണമായിരിക്കും ഇപ്പോൾ പുതിയൊരു സംവിധാനം അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് കുറച്ച് ചിത്രങ്ങളൊക്കെ എടുക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുകളുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന മിക്ക ഭക്തന്മാരും ഇവിടെ നിന്ന് കുറേ സെൽഫി, കുറേ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതൊരു നല്ലൊരു അനുഭവമാണ്. കാരണം വിഷുദിനത്തിൻ്റെ അന്ന് വന്നിട്ട് ഭഗവാന്റെ മുന്നിൽ വന്നിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് സന്തോഷമുള്ളൊരു കാര്യമല്ലേ. ഒരുപാട് ഭക്തർ വഴിപാടായിട്ട് ഒരുപാട് സാധനങ്ങൾ ഭഗവാന് സമർപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് അമ്പലത്തിൻ്റെ മുന്നിലുള്ള ഒരു ചുമരാണ്. ഇവിടെ നല്ല രീതിയിൽ ചിത്രപ്പണികളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ചുമർ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ആളുകളുടെയും പ്രധാന ഒരു ആകർഷണ കേന്ദ്രം ഈ ഒരു ചുമർ ചിത്രങ്ങളാണ്. അതിൻ്റെ മുന്നിൽ നിന്ന് ചിത്രങ്ങൾ എടുക്കുക എല്ലാവർക്കും നല്ല ഒരു എന്താ പറയുക താല്പര്യമുള്ള ഒരു സംഭവമാണ്. എല്ലാ ആൾക്കാരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ ഒരുപാട് കല്യാണം ഉണ്ടാവും. കല്യാണം നടന്നു കഴിഞ്ഞിട്ട് ഫോട്ടോഗ്രാഫർമാരുടെ ഒരു മെയിൻ ഏരിയയാണ് അത്. അവിടെ നിന്ന് ഇഷ്ടം പോലെ വധൂവരന്മാരൊക്കെ ഫോട്ടോ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അമ്പലത്തിൻ്റെ ആനകൾ നിൽക്കുന്ന ഒരു ഭാഗത്തേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ആനനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ കടക്കാൻ പാടില്ല. അപ്പോൾ കുറേ ഭക്തന്മാരെ അങ്ങോട്ട് കയറി നിന്നിട്ട് ആനനെ കുളിപ്പിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് കയറി നിന്നു. പക്ഷേ ആനയുടെ അടുത്തേക്കൊന്നുമല്ല, അത്യാവശ്യം ദൂരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആനനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി അത് കണ്ടിട്ട് വന്നു. അത് കണ്ടതിന് ശേഷം ഞങ്ങളെ വിസിൽ അടിപ്പിച്ച് ഞങ്ങളെ അവിടെ നിന്ന് ഓടിപ്പിച്ചു. നല്ലൊരു അടിപൊളി ആനയാണ് കേട്ടോ. ആനനെ നല്ല രീതിയിൽ ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂട് കയറി വരുന്നുണ്ട്. ഒരു വെയിലൊക്കെ തുടങ്ങിയൊരു സമയമാണ്. ആ ഒരു സമയത്ത് ഇങ്ങനെ നല്ല രീതിയിൽ ദേഹത്ത് വെള്ളം തെളിക്കുമ്പോൾ ആർക്കും സന്തോഷം ഉണ്ടാവില്ലേ. ആനക്കുട്ടി നല്ല രീതിയിൽ നിന്ന് കുളിക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച്, ആനക്കുട്ടിയുടെ ചെവിയുടെ മീതെ ആ ഒരു വടി നിൽക്കുന്നത്, ആ വടി നിലത്ത് വീഴാണ്ടാണ് കേട്ടോ ആനക്കുട്ടി വട്ടം തിരിഞ്ഞിരുന്നത്. അത് ആനേനെ പഠിപ്പിച്ചിട്ടുള്ളൊരു രീതി അങ്ങനെയാണ്. ആ ഒരു വടി കഷ്ണം താഴെ വീഴാതെ വേണം തിരിയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ നേരെ പടിഞ്ഞാറേ നടയിലേക്ക് നടന്നു. ഈ കാണുന്നതാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നട. ഇവിടെ തന്നെയാണ് പായസ കൗണ്ടർ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉള്ളത്. അമ്പലത്തിലേക്ക് ആനകൾ കയറി പോകുന്നതും ഈ വഴി കൂടെ തന്നെയാണ്. പടിഞ്ഞാറേ നടക്കൂടെ വഴിയും നമുക്ക് അമ്പലത്തിനകത്തേക്ക് കയറാൻ സാധിക്കും. അവിടെ മെറ്റൽ ഡിറ്റക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ കിടന്നിട്ട് നമുക്ക് അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാം. ഈ കാണുന്നത് അന്നദാന മണ്ഡപമാണ്. ഇവിടെ കുറച്ച് പേര് ക്യൂ നിൽക്കുന്നുണ്ട്. അവർക്ക് അന്നദാനം കിട്ടുമോ എന്നറിയില്ല. ശരിക്കും അന്നദാനത്തിൻ്റെ വരി നിൽക്കുന്നത് ആ കുളത്തിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ അവിടേക്കും കൂടി ഞാൻ പോകുന്നുണ്ട്. ഇതാ ഈ വലതുവശത്ത് കാണുന്നതാണ് കുളം. ഇവിടെ ആളുകൾ നിൽക്കുന്നത് എന്തിനാണോ ആവോ, ചിലപ്പോൾ റെക്കമെൻഡേഷനൊക്കെ ഉണ്ടായിരിക്കും, അറിയില്ല. ഇതാണ് അന്നദാന മണ്ഡപത്തിലേക്ക് കയറുന്ന വഴി. ഇവിടെയാണ് ശരിക്കും ക്യൂവിൻ്റെ ഒരു തുടക്കം നിൽക്കുന്നത്. അത്യാവശ്യം ജനങ്ങൾ ഇന്ന് ക്യൂ ഉണ്ട്. ഇന്ന് വെറും അന്നദാനമല്ല, വിഷു സദ്യയാണ് എല്ലാവർക്കും ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് കഴിക്കാൻ കഴിഞ്ഞില്ല. നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു. ഇനി കിട്ടുമെന്നറിയില്ല. ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്.